എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു എക്സൽ വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ലിസ്റ്റ് മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ ഈ വർക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 15-ലേറെ വർക്ക്ഷീറ്റുകളുണ്ട്. സോ ഈ കാണുന്ന എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ലിസ്റ്റ് മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഫോർമുലാസ് ടാബിൽ പോവുക, ഡിഫൈൻ നെയിം, ന്യൂ നെയിം എന്ന ഈ ഒരു ഡയലോഗ് ബോക്സിൽ റെഫേഴ്സ് ടു എന്ന ലേബലിന് നേരെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ റീപ്ലേസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, get dot workbook ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ 1 കോമ ഫൈൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് കോമ get dot workbook ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഗെറ്റ് ഡോട്ട് വർക്ക് ബുക്ക് എന്നത് ഒരു എക്സൽ 4.0 മാക്രോ ആണ്. എക്സൽ VB ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എക്സൽ വേർഷൻ 5ൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിനും മുൻപുണ്ടായിരുന്ന മാക്രോസാണ് എക്സൽ 4.0 മാക്രോസ്. ഇനി ഈ ഫോമിലേക്ക് ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ ലിസ്റ്റ് വർക്ക്ഷീറ്റ്സ് എന്ന പേരാണ് ഉപയോഗിക്കുക. നമുക്കിഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി നെയിം മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെയിമും ആ നെയിമിന് കീഴെ ഡിഫൈൻ ചെയ്ത ഫോർമുലയും കാണാം. ഇനി വർക്ക്ഷീറ്റിൽ 1, 2, 3 എന്നിങ്ങനെ ഒരു നമ്പർ സീരീസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി മറ്റൊരു സെല്ലിൽ ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലിസ്റ്റ് വർക്ക്ഷീറ്റ്സ്. നോക്കുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെയിം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഈ നെയിം സെലക്ട് ചെയ്യുന്നു, കോമ 1 എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ല് സെലക്ട് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ വർക്ക് ബുക്കിലെ ഒന്നാമത്തെ വർക്ക്ഷീറ്റിൻ്റെ പേരിവിടെ കിട്ടി. ഫോർമുല തൊട്ടടുത്ത സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നു. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൻ്റെ പേര് കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഈ വർക്ക് ബുക്കിൽ ആകെ 17 ഷീറ്റുകളാണുള്ളത്. അതുകൊണ്ടാണ് 18, 19, 20, 21 എന്നീ നമ്പറുകൾക്ക് നേരെ റെഫറൻസ് എറർ വന്നത്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡൈനാമിക് അറേ ഫോർമുലാസ് സപ്പോർട്ട് ചെയ്യുന്ന എക്സലിൻ്റെ വേർഷൻ ആണെങ്കിൽ, അതായത് ഓഫീസ് 365ൻ്റെ ഭാഗമായിട്ടുള്ള എക്സലിൻ്റെ വേർഷൻ ആണെങ്കിൽ ഇങ്ങനെ നമ്പറുകളും ഇൻഡെക്സ് ഫംഗ്ഷനൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈക്വൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെയിം ടൈപ്പ് ചെയ്യുക, ലിസ്റ്റ് വർക്ക്ഷീറ്റ്സ്, എൻ്റർ. നോക്കുക, ഈ വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും പേരുകൾ ഈ കോളങ്ങളിലേക്ക് നമുക്ക് കിട്ടി. അതായത് ഈ പേര് ട്രാൻസ്പോസ് ഫംഗ്ഷനുള്ളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വർക്ക്ഷീറ്റ് നെയിമുകൾ ഇവിടെ വരികളിലേക്ക് നമുക്ക് കിട്ടും. ഈക്വൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ലിസ്റ്റ് വർക്ക്ഷീറ്റ്സ്, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും പേരുകൾ ഈ സെല്ലുകളിലേക്ക് നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർക്ക് ബുക്ക് സേവ് ചെയ്യുമ്പോൾ XLSM ഫോമാറ്റിൽ വേണം സേവ് ചെയ്യാൻ. അതായത് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായിട്ട് വേണം സേവ് ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ ഫോമാറ്റിലാണ് ഈ വർക്ക് ബുക്കിനെ സേവ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് ഡോട്ട് വർക്ക് ബുക്ക് എന്ന മാക്രോയെ ആ വർക്ക് ബുക്ക് സപ്പോർട്ട് ചെയ്യില്ല. സോ ഈ വർക്ക് ബുക്കിനെ എങ്ങനെയാണ് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായിട്ട് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫയൽ ടാബിൽ സേവ് ആസ്, ബ്രൗസ്, save as type, Excel macro enabled workbook, save.
എക്സൽ വർക്ക്ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള എക്സലിൻ്റെ വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.